ദേശീയ പുരസ്കാരത്തിൻ്റെ നിറവിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരാൾ തിരുവനന്തപുരത്തുണ്ട്. നമ്മുടെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത സൗദി വെള്ളക്കയുടെ നിർമ്മാതാവ് സന്ദീപ് സേനൻ, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. നമ്മുടെ പോകുന്നുണ്ട്. സന്തോഷമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്? അർത്ഥമില്ല, സന്തോഷം തന്നെയാണ്. വളരെയധികം സന്തോഷം, അഭിമാനം. കാരണം സിനിമ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ അത് സിനിമയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അംഗീകാരമാണ്, അഭിമാനമാണ്. പിന്നെ അതിൻ്റെ കൂടെ ബോംബെ ജയശ്രീ എന്ന് പറയുന്ന അതുല്യ കലാകാരിക്കും കൂടി ഈ സിനിമയിലൂടെ, സൗദി വെള്ളക്കയിലൂടെ ഒരു അവാർഡ് കിട്ടുന്നു. പ്രതീക്ഷിച്ചിരുന്നു ഇത്? പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പ്രതീക്ഷകൾ വളരെ വളരെ വിരളമായിരുന്നു. ഞാൻ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ന്യൂസും കണ്ടില്ല, ഞാൻ ട്രെയിനിനകത്തായിരുന്നു. ഏക അഭിപ്രായം, ഒരു സിനിമയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രഗത്ഭമതികളായിട്ടുള്ള ജൂറികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം ഇത് വന്നപ്പോൾ നമ്മളിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ, അത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ്. പ്രതീക്ഷ ഇല്ലാത്തവരാരാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പൂർണ്ണമായൊരു പ്രതീക്ഷ വയ്ക്കാത്തതുകൊണ്ടാണല്ലോ ഞാനൊരു ട്രെയിനിനകത്തിരിക്കുന്നത്. സാറിനിപ്പോൾ രണ്ടാമത്തെ മധുരമാണിത് ദേശീയ പുരസ്കാരത്തിന്. നമ്മളെ തൊണ്ടി മുതലും ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട് നിന്നപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും തൊണ്ടി മുതൽ ഒരു വലിയൊരു ഇത് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും അങ്ങനൊരു, അതും ഇതുപോലെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. ഒരിക്കലും ഞാൻ സിനിമ നിർമ്മിക്കുമ്പോൾ എനിക്കൊരു അവാർഡ് പോലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല ഞാൻ ആ സിനിമ ചെയ്തത്. അപ്പം അത് ചില നിയോഗമാണ്, ആ നിയോഗത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത്. അവാർഡുകൾ, അംഗീകാരങ്ങൾ, അതും ദേശീയ തലത്തിൽ കിട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് ഉത്തരവാദിത്വവും പ്രചോദനവുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ സ്പിരിറ്റിലെടുത്ത് നമ്മളതിനെ മുന്നോട്ട് ഇനിയുള്ള സിനിമ പ്രയാണത്തിൽ ഇതും കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും ഇഷ്ടമുള്ള സിനിമകൾക്ക് പിന്നാലെ പോയി അങ്ങനെ സിനിമ ഉണ്ടാകുക എന്നുള്ള ആഗ്രഹത്തിന് പിന്നാലെ ഇറങ്ങി തിരിച്ച ഒരാളാണ്. എന്തായാലും കലാമൂല്യമുള്ള 2 സിനിമകൾ, തൊണ്ടി മുതൽ സാക്ഷിയും ഇപ്പോൾ ഒടുവിൽ സൗദി വെള്ളയ്ക്ക, രണ്ടിനും ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. എന്തായാലും സന്തോഷം. എം എസ് സുത്തിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.